ADGP MR അജിത് കുമാർ RSSന്റെ ഉന്നത നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് നിലനിന്നിരുന്നത്. അപ്പോൾ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളൊക്കെ തന്നെ ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ 20 ദിവസങ്ങൾക്ക് ശേഷം സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ DGP ആയിരിക്കും ദർവേഷ് സാഹിബ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുക. എന്തായിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിൽ നിന്ന് ആദ്യം മനസ്സിലാകുന്നത് പിണറായി വിജയന് ഈ കിട്ടുന്ന ഒരു കടലാസിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു പക്ഷേ 2 മിനിറ്റ് കൊണ്ട് തീരുമാനമെടുക്കേണ്ട കാര്യത്തിന് ഏറ്റവും ചുരുങ്ങിയത് 20 ദിവസം എടുക്കും എന്നാണ്. ആവശ്യത്തിലേറെ അഡ്വൈസർമാരുണ്ടായിട്ടും വലിയ സന്നാഹങ്ങളുണ്ടായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയും വലിയ ബുദ്ധിജീവി സന്നാഹങ്ങളുള്ള പാർട്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുണ്ടായിട്ടും ഈ വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ തനിക്ക് നേരെ വരുമ്പോൾ ഒരു തീരുമാനമെടുക്കാനെടുക്കുന്ന കാലതാമസം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഇതിൽ ആദ്യത്തെ പാഠം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇത് ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ്. ഒന്ന്, ഇപ്പോൾ അൻവർ ഉയർത്തിയ ഇഷ്യൂവിൽ കണ്ടില്ലേ, ഇഷ്യൂവിന് മറുപടി പറയേണ്ട നേരത്തെ ആദ്യത്തെ ദിവസം കൊടുക്കേണ്ട ഡോസാണ് അത്. പാർട്ടിക്കകത്ത് മറ്റാരൊക്കെയോ ചേർന്ന് ഇത് വലിയ തോതിൽ അപകടകരമായൊരു സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ ആണ് തൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ആരും വരണ്ട, ഞാനും ശശിയും തന്നെ ആയിരിക്കും കേരളം, എൻ്റെ നേരെ ഈ അൻവറല്ല അതിനപ്പുറത്തുള്ളവരൊക്കെ ആരൊക്കെയാണോ അതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും കൊടുത്താണല്ലോ. അൻവറല്ല, അൻവറിനേക്കാൾ വമ്പന്മാരും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള എല്ലാവരും ചേർന്ന് ആരൊക്കെ വന്നാലും ഞാൻ അനങ്ങുകയില്ല, എൻ്റെ നിലപാട് ഇതാണെന്ന് വ്യക്തമാക്കി. ഈ കേസിലിപ്പോൾ CPI ഉൾപ്പെടെയുള്ളവർ ഈ നിലപാടെടുത്ത് എന്താ കാര്യം? ഇതിനകത്തിപ്പോൾ 2 കാര്യങ്ങളിലാണ് ADGP അജിത് കുമാറിനെതിരെ CPI ആരോപണം ഉന്നയിച്ചത്. ഒന്ന് തൃശ്ശൂർ പൂരം കലക്കിയതിൽ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആരോപണം CPI ഉയർത്തിയത് ഇതാണ്, ഈ RSS നേതാക്കന്മാരെ കണ്ടത് തെറ്റാണ്. ഇതിലിപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം, ഇന്നത്തെ പ്രശ്നം ഇപ്പോൾ ഇതാണല്ലോ, RSS നേതാക്കന്മാർ ദത്താത്രേയെ കണ്ടതിന് രാംമാധവനെ കണ്ടത് ഈ 2 ദിവസം, ഒരാഴ്ച 10 ദിവസത്തെ ഇടവേളയിൽ ഈ 2 ആളെ കണ്ടു. ഇത് മുന്നണിക്കകത്ത് വലിയ ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് CPMന് ഇല്ലാത്ത രാഷ്ട്രീയമായ ഒരു വ്യക്തത അല്ലെങ്കിൽ ആശയപരമായ ദാർഢ്യം ഞങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാൻ ഇപ്പോൾ CPIക്ക് അത് ആവശ്യം വരും. അത് പൊളിറ്റിക്കലാണ്. അതേസമയത്ത് ഇത് ഉന്നയിക്കുന്ന CPIക്ക് പറയാം, CPIയുടെ എന്തിനായിരുന്നു CPI അത് ഉന്നയിച്ചത്? CPIക്ക് യാഥാർത്ഥ്യം അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോൾ MR അജിത് കുമാർ എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് IPS ഉദ്യോഗസ്ഥൻ, അതും ADGP പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ 24 മണിക്കൂറുള്ള സേവനവും ഒരു ഭരണകൂടത്തിനുള്ളതാണ്. ആ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട ഏജൻ്റായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ RSSകാരെ അല്ല, ആരെ പോയി കണ്ടാലും അത് അദ്ദേഹത്തിന് വേണ്ടിയല്ല. ആരെ കണ്ടാലും പോയി കണ്ടത് ഗവൺമെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ RSS നേതാക്കന്മാരെ ADGP പോയി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് MR അജിത് കുമാർ എന്ന വ്യക്തിയുടെ ഒരു തീരുമാനമല്ല. ആ തീരുമാനത്തിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാവും. ആ രാഷ്ട്രീയ തീരുമാനത്തെ നടപ്പാക്കാനുള്ള ടൂളായിട്ടാണ് MR അജിത് കുമാർ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആർക്ക് വേണ്ടിയായിട്ടും കണ്ടിട്ടുണ്ടാവുക? പിണറായി വിജയന് വേണ്ടി ആയിരിക്കും. പിണറായി വിജയൻ തീർച്ചയായിട്ടും പിണറായി വിജയൻ പറഞ്ഞയച്ചതായിരിക്കാം, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ P ശശിയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞയച്ചതായിരിക്കാമല്ലോ. ഇവിടുത്തെ പ്രശ്നം, ഈ പിണറായി വിജയനും മകൾക്കുമെതിരെ കേസുണ്ടായിരുന്നു, ആരോപണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കേസുകൾ കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ പറഞ്ഞിട്ട് ഈ ദത്താത്രേയ ഹൊസബിളെ പോയി കാണുന്നു, അല്ലെങ്കിൽ രാംമാധവനെ പോയി കാണുന്നു, ADGP MR അജിത് കുമാർ. അതാണ് ഈ ആരോപണത്തിൻ്റെ കുന്തമിന് നീളാനുള്ള കാരണം അല്ലേ? അതെ, പക്ഷേ വസ്തുതകൾ അതായിരിക്കാം. പക്ഷേ ഇപ്പോൾ പിണറായിയുടെ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ തന്നെ DGPയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കുന്നത് എന്തിനായിരിക്കും? ഇപ്പോൾ CPIയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം വന്നു. CPIയുടെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം CPIയുടേത് മാത്രമല്ല, അത് CPMലെ തന്നെ മഹാഭൂരിപക്ഷം ആളുകളുടെയും പ്രത്യേകിച്ച് പിണറായി വിരുദ്ധ വിഭാഗത്തിൻ്റെയും ഒക്കെയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാലോ. അതുകൊണ്ട് ഇതിൽ കണ്ടെത്താവുന്ന ഇപ്പോൾ പിണറായിക്ക് വേണ്ടി തയ്യാറാക്കാൻ സാധ്യതയുള്ള അതിലപ്പുറത്തൊന്നും ഇപ്പോൾ ഷെയ്ഖ് ദർവേഷും ചെയ്യാനൊന്നും പോകുന്നില്ല. ADGP അപ്പോൾ അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിക്കുമ്പോൾ
തീർച്ചയായിട്ടും പിണറായി വിരുദ്ധനായ ഒരു നിലപാടിലേക്കൊന്നും റിട്ടയർമെൻറ്റ് കാത്തിരിക്കുന്ന ഈ DGPയും പോകില്ല. എന്തായിരിക്കും അതിനകത്ത് വരിക? അതിന് അവർ ഭരണപരമായ കാരണങ്ങൾ പറയും. ഒരുപാട് നയപരമായ കാര്യങ്ങളിൽ ഒരു ഗവൺമെൻറ്റിന് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ നയവും പരിപാടികളും നിയന്ത്രിക്കുന്നവരാണല്ലോ തീർച്ചയായിട്ടും RSSകാർ. അപ്പോൾ RSSൻ്റെ 2 പ്രമുഖരായ നേതാക്കൾ കേരളത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പോയാൽ അത് രാഷ്ട്രീയമായ കോലാഹലങ്ങളോ വാർത്തയൊക്കെ സൃഷ്ടിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വേണ്ട എന്നതുകൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനമാകാം. ഒരു ഉദ്യോഗസ്ഥനോട് ചെന്ന് ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ്, ഇദ്ദേഹത്തിൻ്റെ ദൂതുമായി ഉദ്യോഗസ്ഥൻ പോയതാവാലോ. എന്തെല്ലാം കാരണങ്ങൾ പറയാം. നമ്മുടെ വികസന കാര്യങ്ങൾ പറയാം, നയപരമായ കാര്യങ്ങൾ പറയാം, സാമ്പത്തിക പ്രതിസന്ധി പറയാം, കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാനുള്ള സംഗതികൾ പറയാം. ഈ വീണ വിജയൻ്റെ കേസല്ലാത്തത്, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ പിണറായി വിജയൻ്റെ തലക്ക് മീതെ തൂങ്ങി നിൽക്കുന്നു എന്നതല്ലാത്ത നമ്മൾ കാണുന്ന വ്യക്തിപരമായ കാരണങ്ങളാണ് യഥാർത്ഥ കാരണങ്ങളെങ്കിൽ പോലും അതൊന്നും പരാമർശിക്കാത്ത അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കാമല്ലോ DGPക്ക്. ഇത് സത്യത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പിണറായി വിജയന് കുറെ കൂടി അദ്ദേഹത്തിൻ്റെ മുഖം മിനുക്കിയെടുക്കാനുള്ള ഒരു സൗകര്യം CPI ഉൾപ്പെടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇപ്പോൾ എന്താ അന്വേഷണ റിപ്പോർട്ട് വരാൻ പോകുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ ADGP തന്നെ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടില്ലേ? അതെ. ADGP എവിടെ ഉണ്ടാവില്ല. ഇവരൊന്നും യഥാർത്ഥത്തിൽ എന്താണോ നടന്നത് അത് പറയാതെ തന്നെ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അപാരമായ മെയ്വഴക്കുണ്ട്. അതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ADGP കാണിച്ചത്. ആ ADGPയെ കൊടുക്കാൻ ഷെയ്ഖ് ദർവേസ് എന്ന DGPക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം പോവില്ല. കാരണം ആ റിപ്പോർട്ട് അന്തിമമായി ശശിയുടെ ആ ഡ്രാഫ്റ്റ് ശശിയെങ്കിലും കണ്ടിട്ടല്ലാതെ പുറത്തിറക്കാൻ DGPക്ക് പറ്റില്ല. അതാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനം. അതുകൊണ്ട് പിണറായിക്ക് രക്ഷപ്പെടാൻ മീൻസ് പിണറായി എന്തൊളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് നിയമപരമായി തന്നെ സാങ്കേതികമായി തന്നെ വളരെ ഔദ്യോഗികമായി തന്നെ ഒളിച്ചു വെക്കാനും എന്നിട്ട് വളരെ പോളിഷ്ഡായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കാൻ പറ്റിയ ഒരു റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തിറക്കാനുള്ള സൗകര്യം ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമേ പുറത്ത് വരുള്ളൂ. കണ്ടോളൂ, അതിലപ്പുറത്ത് എന്ത് വരാൻ പോകണു? എന്തെല്ലാം കാരണങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ കേന്ദ്ര ഒന്നും വേണ്ട. RSSനെ എന്തിനു കാണണമെന്ന് വെച്ചാൽ RSS ആണല്ലോ യഥാർത്ഥ ഭരണകക്ഷി. BJPയുടെയും ന്യൂക്ലിയസ് അതല്ലേ. അപ്പോൾ RSSൻ്റെ തീർച്ചയായിട്ടും RSSൻ്റെ നയരൂപീകരണം അനുസരിച്ചായിരിക്കുമല്ലോ കേന്ദ്ര ഗവൺമെൻറ് നീക്കങ്ങൾ. അപ്പോൾ RSS നേതാക്കന്മാരെ ചിലത് ബോധ്യപ്പെടുത്തിയാൽ ഒരു പക്ഷേ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ കഴിഞ്ഞേക്കും. അത് മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ടിട്ട് അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ നേരിട്ട് പോയി കാണുന്നതിനേക്കാൾ നല്ലത് സമർത്ഥമായി ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് ദൂത് പറഞ്ഞയക്കുന്നതാണ് എന്ന് പിണറായി വിജയൻ റിപ്പോർട്ട് ചെയ്താൽ പാർട്ടിയിലും അദ്ദേഹത്തിൻ്റെ മുഖം കുറെ കൂടി തെളിയും. അദ്ദേഹം ഇപ്പോൾ നേരിടുന്നു എന്ന് നമ്മൾ കരുതുന്ന പ്രതിസന്ധിയെ രക്ഷപ്പെടാനും എന്ന് മുറിച്ചു കിടക്കാനും പറ്റും. വളരെ വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു നീക്കമാണത്. വൈകിപ്പോകുന്നതാണ് പിണറായി വിജയൻ്റെ ഒരു പ്രശ്നം. എപ്പോഴും അദ്ദേഹത്തിന് ഇത്രയൊക്കെ അഡ്വൈസർമാരുണ്ടായിട്ടും ഇമാതിരി ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ അന്വേഷണം എന്ന് കൊടുക്കാം. ഈ CPIക്കൊന്നും പറയാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നു. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഈ പബ്ലിക് ഇൻട്രസ്റ്റ്, അങ്ങനെ ഈ പൊതു താല്പര്യ ഹർജി കോടതികൾ സ്വയം സ്വീകരിക്കുന്നത് പോലെ തന്നെ എടുക്കാമല്ലോ. പത്രവാർത്ത വന്നിരിക്കുന്നു, അതുകൊണ്ട് അടിയന്തരമായി ഞാൻ അന്വേഷണത്തിന് DGPക്ക് ഉത്തരവ് കൊടുത്തിട്ട് എന്ന് പറയാം. ഇത് വൈകിക്കുന്നു എന്നത് മാത്രമാണ് പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ പറ്റുന്ന ഭരണം എന്ന് പറയുന്നത്. ഈ ഗവേണൻസ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട പരാജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലതും അത് ഭരണത്തിൽ മാത്രമല്ല, ഒരു പത്രസമ്മേളനം എന്ന് നടത്താം. അൻവറിൻ്റെ ആദ്യത്തെ വെടിപൊട്ടുന്ന ദിവസം അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്തി പറയാം, മര്യാദക്ക് നിന്നോളണം, ഈ ഗവൺമെൻറ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരാളെ ഉത്തമ വിശ്വാസത്തോടെ എൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി വെച്ചിട്ടുണ്ട്. പാർട്ടിക്കും എനിക്കും അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട്. ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വേദികളിൽ പറഞ്ഞോളണം, പുറത്ത് പറഞ്ഞാൽ ഗൗരവമായിട്ട് കാണുമെന്ന് അന്ന് പറയാമായിരുന്നു. ഈ അൻവറിന് ആളാവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരുന്നില്ല. അതാണ് എപ്പോഴും വൈകുന്നു എന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ IPS എന്ന് പറയുന്ന ഇന്ത്യൻ പോലീസ് സർവീസ്, അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന് ഈ RSSൻ്റെ മുതിർന്ന നേതാക്കളെ പല കാര്യങ്ങൾക്കായി പോയി കണ്ടുവരും. അവരുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന്, അല്ലെങ്കിൽ അവർ ഡൽഹിയിലുള്ള എന്തെങ്കിലും ഒരു വിവരം പാസ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ പോയി കാണാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ പിണറായി വിജയനും ശശിയും ഒന്നും ഈ ADGPയുടെ സന്ദർശനം അറിഞ്ഞില്ലേ? അപ്പോൾ അറിഞ്ഞിട്ട് ഇത് മറച്ചു വെക്കുകയാണ്. ഇതാണല്ലോ ഈ ആരോപണം ഇത്രയും ഉയരാനുള്ള കാരണം. അപ്പോൾ ഇതിൽ എന്ത് ന്യായീകരണം പറയാനാണ്? അത് പറയാം. അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പല മറുപടിയും പറയാം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്താ പറയുക, കഴിവുകേടായിട്ട് കാണും. അറിഞ്ഞു എന്ന് പറഞ്ഞാലോ
രാഷ്ട്രീയമായി കണ്ടില്ലേ പരസ്പരം RSSും CPM മുഖാമുഖം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പോലും കാല് പിടിക്കാൻ ദൂതനെ പറഞ്ഞയച്ചു, അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ദൂതനെ പറഞ്ഞയച്ചു എന്ന് വരുമല്ലോ. അതുകൊണ്ട് ഇത് പുറത്ത് വന്നില്ലെങ്കിൽ ഒരു രഹസ്യമായ സന്ദർശനത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന ഉദ്ദേശത്തോടെ, സതുദ്ദേശത്തോടെയാണ് പറഞ്ഞയച്ചത് എന്നൊക്കെ അവർക്ക് പറയാമല്ലോ. എനിക്ക് തോന്നുന്നത് ആ തരത്തിൽ ഇത് ഈ അന്വേഷണ കമ്മീഷനെ വെച്ച് അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതുകൊണ്ട് പിണറായി വിജയന് ഗുണം മാത്രമേ വരുള്ളൂ, ദോഷമൊന്നും വരാനില്ല. അത് ആ അന്വേഷണത്തിൽ ഉത്തരവിടിയിച്ചത് കൊണ്ട് ഞങ്ങളെ കൊണ്ടാണ് എന്ന് CPIക്കും പറയാം, വേണമെങ്കിൽ അവർക്കും ഒന്ന് ഞങ്ങളെ കൊണ്ടാണ് എന്ന് പറയാമെന്നല്ലാതെ, ആശ്വസിക്കാമെന്നല്ലാതെ ആത്യന്തികമായി പിണറായി വിജയനെ രക്ഷപ്പെടുത്തി എടുക്കേണ്ടത് CPIയുടെയും കൂടി ആവശ്യമാണ്. ഈ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കേണ്ടത് CPMനേക്കാൾ CPIയുടെ ആവശ്യമാണ്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ പിണറായി വിജയൻ്റെയും CPM മന്ത്രിമാരുടെയും നേരെ വരുന്ന ആരോപണങ്ങൾ അതിനേക്കാളും കൂടിയ അളവിൽ CPI നേതൃത്വത്തിനെതിരെയും CPIയുടെ മന്ത്രിമാർക്കെതിരെയും വന്നുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ രക്ഷപ്പെടുത്തേണ്ടത് CPIയുടെ കൂടി ആവശ്യമാണ്. ആ കൂട്ടത്തിൽ രാഷ്ട്രീയമായ ഒരു മേൽക്കൈ നേടാൻ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ DGPയുടെ അന്വേഷണം വന്നതെന്ന് പറയാം. നല്ലത്, അവർ പറഞ്ഞിട്ടാണെങ്കിലും വന്നോട്ടെ. പക്ഷേ ആത്യന്തികമായി അതിൻ്റെ ഗുണഭോക്താവ് നമുക്ക് ആവർത്തിച്ച് പറയാൻ പറ്റും, അത് ഈ കേസിൽ അതിൻ്റെ ഗുണഭോക്താവ് പിണറായി വിജയൻ തന്നെയായിരിക്കും. എന്തായാലും 20 ദിവസങ്ങൾക്ക് ശേഷം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഈ അന്വേഷണത്തിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്. തീർച്ചയായിട്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.